ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. ശിക്ഷാവിധി വെള്ളിയാഴ്ച. പ്രതികളെ വിയൂർ ജയിലിൽ എത്തിച്ചു. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വിധി നിരാശാജനകമെന്ന് നടിയെ ആക്രമിച്ച കേസിലെ ആദ്യ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് A. സുരേഷ്. ഗൂഢാലോചന തെളിയിക്കുകയെന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും സുരേഷ്. ദിലീപിനെ വെറുതെ വിട്ടതിനെ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. തൃശൂർ ജില്ലയിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. കേരളത്തിന്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പിൽ വികസനവും വിശ്വാസവും ചർച്ചയാകുമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം കൃഷ്ണദാസ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്നും PK കൃഷ്ണദാസ്. ചാലക്കുടി ചായപ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു. ഗുരുവായൂർ ചുൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വിശദാംശങ്ങളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M. വർഗീസാണ് വിധി പ്രസ്താവിച്ചത്. കൂട്ടബലാത്സംഗം നടന്നതായും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി. എന്നാൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല. 2017 ഫെബ്രുവരി 17-നാണ് നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 6 പ്രതികളെ വിയൂർ ജയിലിലെത്തിച്ചു. 1-ാം പ്രതി പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B. മണികണ്ഠൻ, VP വിജീഷ്, H. സലീം, പ്രദീപ് എന്നിവരെയാണ് വിയൂരിൽ എത്തിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 10 പേരായിരുന്നു പ്രതികൾ. 1-ാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി വടിവാൾ സലീം എന്ന സലീം, 6-ാം പ്രതി പ്രദീപ്. ആദ്യ 6 പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഇവരെല്ലാം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച 7-ാം പ്രതി ചാർലി തോമസിനെ കോടതി വെറുതെ വിട്ടു. കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ദിലീപിനെതിരെയുള്ള ആരോപണം. എന്നാൽ ഇത് തെളിയിക്കാനായില്ല. പ്രതികളെ ജയിലിൽ സഹായിച്ചു, അപ്പുണ്ണിയുമായും നാദിർഷയുമായി ഫോണിൽ സംസാരിക്കാൻ സഹായം നൽകി എന്നിവയായിരുന്നു 9-ാം പ്രതിയായ സനൽകുമാറിനെതിരെയുള്ള കുറ്റം. സനൽകുമാറിനെ കോടതി വെറുതെ വിട്ടു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പിന്നാലെ പ്രതി ചേർക്കപ്പെട്ട ശരത് G. നായർ 10-ാം പ്രതിയായിരുന്നു. ഇയാളെയും കോടതി വെറുതെ വിട്ടു. TCV തൃശൂർ. തന്നെ കേസിൽ പെടുത്തിയതാണെന്നായിരുന്നു കോടതിയിൽ ദിലീപിന്റെ വാദം. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. 2017 ജൂലൈ 10-നാണ് കേസിൽ നടൻ ദിലീപ് പിടിയിലാകുന്നത്. 2017 ഒക്ടോബറിൽ 85 ദിവസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത്. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ 1-ാം പ്രതി പൾസർ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. 2019-ലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. 261 സാക്ഷികളെ വിസ്തരിച്ചു. 2012 മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നാണ് ആക്രമിക്കപ്പെട്ട നടി വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത്. കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞുവെന്നും മൊഴിയുണ്ട്. ഇതിനിടെ തന്നെ അറിയില്ലെന്ന ദിലീപിന്റെ നിലപാട് തള്ളി 1-ാം പ്രതി പൾസർ സുനിയും വിചാരണയ്ക്കിടെ രംഗത്തെത്തിയിരുന്നു. തങ്ങൾക്കിരുവർക്കും പരസ്പരം അറിയാമെന്നായിരുന്നു പൾസർ സുനിയുടെ നിലപാട്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ
പൾസർ സുനിയും സംഘവും മുമ്പും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3 ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന. എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാൽ കൃത്യം നടന്നില്ല. തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. TCV തൃശൂർ. വിധിക്ക് ശേഷം മഞ്ജു വാര്യർക്കെതിരെയും പോലീസിനെതിരെയും കടുത്ത ആരോപണവുമായി ദിലീപ്. കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ദിലീപ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. ക്രിമിനൽ പോലീസ് സംഘത്തെ കൂട്ടുപിടിച്ച് അന്നത്തെ ഒരു ഉദ്യോഗസ്ഥ തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും തന്നെ പ്രതിയാക്കാനാണ് ഗൂഢാലോചന നടന്നതെന്നും ദിലീപ് പറഞ്ഞു. ജയിലിലുള്ള പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞുവെന്നും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നും ദിലീപ് പറഞ്ഞു. തന്റെ ജീവിതം നശിപ്പിക്കാനും ശ്രമമുണ്ടായെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞതിൽ നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയെയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടിയുണ്ടാക്കിയത്. ഇതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയായിരുന്നു കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ദിലീപിന്റെ പ്രതികരണം. TCV തൃശൂർ. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വിധി നിരാശാജനകമെന്ന് നടിയെ ആക്രമിച്ച കേസിലെ ആദ്യ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് A. സുരേശൻ ഗൂഢാലോചന തെളിയിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും സുരേശൻ TCVയോട് പറഞ്ഞു. 9 വർഷത്തോളം എടുത്തിട്ടുള്ള ഒരു വലിയ നീണ്ടൊരു വിചാരണയാണ്. ഏതായാലും വിധി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നിരാശാജനകമാണെന്നാണ് ഞാൻ പറയുള്ളൂ. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രോസിക്യൂട്ടർമാർക്ക് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി കൊണ്ടുവരുന്ന കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകൾ നമ്മൾ നിയമാനുസൃതം കോടതിയിൽ ബോധിപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് എല്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും ഉള്ളത്. അത് തന്നെ ഇതിലും നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഗൂഢാലോചന സിദ്ധാന്തം അത് പൊതുവെ പ്രോസിക്യൂഷൻ എല്ലാ കേസുകളിലും തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇഴകീറി പരിശോധിച്ചിട്ട് മാത്രമേ കോടതികളൊക്കെ അത് പൊതുവെ ഊർന്നിറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുകയുള്ളൂ. റിസ്ക് എടുക്കാൻ ഒരു കോടതികളും തയ്യാറാവില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് തെളിവുകൾ പ്രോസിക്യൂഷൻ പിന്നീട് തുടരന്വേഷണം നടത്തി ഹാജരാക്കിയെന്നൊക്കെയാണ് നമുക്ക് പത്രങ്ങളിൽ നിന്നും മറ്റും മനസ്സിലായിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നമുക്ക് വിധിന്യായം വായിച്ചു നോക്കിയിട്ട് മാത്രമേ അതിൽ കൂടുതൽ പറയാൻ കഴിയൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച വിധി എഴുതും. ഓരോ ത്രിതല പഞ്ചായത്തുകൾക്കും വ്യത്യസ്ത നിറത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ബാലറ്റ് ലേബലുകളാണ് ഉള്ളത്. വെള്ള നിറത്തിലുള്ള ബാലറ്റുകൾ ഗ്രാമപഞ്ചായത്തിനും, നീല നിറത്തിലുള്ളവ ജില്ലാ പഞ്ചായത്തിനും, പിങ്ക് നിറത്തിലുള്ള ബാലറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. തൃശൂർ ഉൾപ്പെടെ രണ്ടാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ മുന്നണികൾ അവസാനഘട്ട പ്രചരണ ചൂടിൽ. ചൊവ്വാഴ്ചയാണ് കുട്ടിക്കലാശം. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അവസാനവട്ട പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾ വീട് കയറി പല റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയെങ്കിലും അവസാനഘട്ടത്തിൽ വോട്ട് ഉറപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ചൊവ്വാഴ്ച ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുക. 13-ാം തീയതിയാണ് വോട്ടെണ്ണൽ. മത തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിന്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പിൽ വികസനവും വിശ്വാസവും ചർച്ചയാകുമെന്നും കൃഷ്ണദാസ്. തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ്. കഴിഞ്ഞ 2024 തൃശ്ശൂർപേരൂരിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയ മാറ്റം അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളമാകെ വ്യാപിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രത്യാശ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ വോട്ടർമാർ LDF, UDF മുന്നണികൾക്ക് നൽകിയ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകുന്ന കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണ നേതൃത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നതോടെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന നേട്ടം BJP കൈവരിക്കുകയും തുടർന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്ന ലക്ഷ്യം നേടുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിലേക്കുള്ള രാഷ്ട്രീയ യാത്ര കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകും. 2 മുന്നണികൾക്കും അവർക്ക് നേതൃത്വം നൽകുന്ന CPM, കോൺഗ്രസ് പാർട്ടികൾക്കും ഇനി ഒന്നും മറച്ചു വെക്കാനുള്ള, ഇവർ പൂർണ്ണമായി നഗ്നരായിരിക്കുകയാണ്. CPM, കോൺഗ്രസ് ജനങ്ങളെ മുന്നിലൊന്നും മറച്ചു വെക്കാനില്ല.
CPM, കോൺഗ്രസ് പാർട്ടികൾ കേരളത്തിൽ ജനങ്ങളുടെ മുൻപിൽ പൂർണ്ണമായി നഗ്നരായി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണമെന്ന് BJP ആഗ്രഹിക്കുന്നത് വികസനവും വിശ്വാസവുമാണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പോറ്റി വളർത്തുന്നവരെ സംരക്ഷിക്കണമോ എന്ന കാര്യം ജനങ്ങൾ തീരുമാനിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മത തീവ്രവാദ സംഘടനയുമായിട്ടുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ബന്ധവും നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള ബന്ധവും LDFന്റെ ബന്ധവും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തരം തീവ്രവാദ സംഘടനകളെ പോറ്റി വളർത്തുന്നവരെ ഇനിയും കേരളത്തിൽ വിജയിപ്പിക്കണമോ, അവരിനിയും കേരളത്തിൻ്റെ പ്രാദേശിക തലത്തിലായാലും സംസ്ഥാനത്തായാലും അധികാരം വരെ ഏൽപ്പിക്കണമോ എന്ന ചിന്ത ദേശസ്നേഹികളായിട്ടുള്ള വോട്ടർമാർക്കിടയിൽ വളർന്നു വന്നിരിക്കുകയാണ്. TCV തൃശൂർ. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ചാലക്കുടി ചായപ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പീലാർമൊഴി സ്വദേശി തെക്കൂട്ടുവീട്ടിൽ 70 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വനംവകുപ്പ് ഓഫീസ് തല്ലിത്തകർത്തു. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധ സമരവും അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. പതിവ് പോലെ ചായക്കടയിലേക്ക് പോയതായിരുന്നു സുബ്രൻ. റബ്ബർ തോട്ടത്തിൽ നിന്നും പാഞ്ഞെത്തിയ ആന ഇയാളെ ആക്രമിക്കുകയായിരുന്നു. നിലത്ത് വീണ സുബ്രന്റെ ദേഹത്ത് ആന ചവിട്ടി. നിലവിളി കേട്ട് പരിസരവാസികൾ എത്തിയപ്പോഴാണ് ഓടിപ്പോകുന്ന ആനയെ കണ്ടത്. റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുകയായിരുന്ന ഗിരീഷ് എന്ന യുവാവിനെയാണ് ആന ആദ്യം ആക്രമിക്കാൻ തുനിഞ്ഞത്. യുവാവ് മരങ്ങൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെട്ടു. തുടർന്നാണ് തൊട്ടടുത്ത കോൺക്രീറ്റ് റോഡിലേക്ക് ആന പാഞ്ഞെത്തിയതും വയോധികനെ ആക്രമിച്ചതും. ഗുരുതരമായി പരിക്കേറ്റ സുബ്രനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വനം വകുപ്പിന്റെ ഉദാസീനതയാണ് മരണത്തിനിടയാക്കിയതെന്നാരോപിച്ച് നാട്ടുകാർ ചായപ്പൻകുഴിയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പാഞ്ഞെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസിന്റെ നേതൃത്വത്തിൽ ജനക്കൂട്ടം സ്റ്റേഷനിലേക്ക് കടന്ന് സാമഗ്രികൾ തല്ലിത്തകർത്തു. വിവരമറിഞ്ഞ് ചാലക്കുടി DVSP VK രാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഇരിങ്ങാലക്കുട RDO ഷിബു P ജോണിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച നടന്നു. MP ബെന്നി ബെഹന്നാൻ, MLA സനീഷ് കുമാർ ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മണിക്കൂറുകളോളം നടന്ന ചർച്ചയ്ക്കു ശേഷമാണ് ഇൻക്വസ്റ്റ് നടത്താൻ നാട്ടുകാർ സമ്മതിച്ചത്. മരിച്ച സുബ്രന്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ചാലക്കുടി DFO വെങ്കടേശ്വരൻ കൈമാറി. കുടുംബത്തിന്റെ ആശ്രിതരിൽ ഒരാൾക്ക് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും തീരുമാനിച്ചു. പീലാർമൊഴി കാട്ടിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ RRT സംഘത്തെ നിയോഗിച്ച് ഉടൻ കാട് കയറ്റാനും തീരുമാനിച്ചു. ഇതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചത്. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തു നിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുത്തമ്പള്ളി പാലഞ്ചേരി റോഡിൽ തേർലി രഘുവിന്റെ ഭാര്യ 56 വയസ്സുള്ള ഗിരിജയാണ് മരിച്ചത്. പുത്തമ്പള്ളിയിൽ ടിപ്പർ ലോറിയും JCBയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ റോഡരികിൽ ബസ് കാത്തു നിന്നിരുന്ന ഗിരിജയാണ് JCB തട്ടി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സ്ത്രീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അപകടത്തിൽ ബൈക്ക് യാത്രികനും പരിക്കേറ്റു. പുത്തമ്പള്ളി വാഴപ്പിള്ളി ശരത്തിനാണ് പരിക്കേറ്റത്. ചൂൽപ്പുറം കമ്പനിപ്പടി റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. മുതുവട്ടൂർ കാജ ചായ കമ്പനിയിലെ പാക്കിംഗ് തൊഴിലാളികളായ ഗിരിജയും വിജയലക്ഷ്മിയും ജോലിക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം കമ്പനിപ്പടി റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രവും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പുറകിലേക്കായി ഗിരിജയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു.
മണ്ണുമാന്തി യന്ത്രത്തിന്റെ മുൻവശത്തെ കൈത്തട്ടി ശരത്ത് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ ഇരുവരെയും മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗിരിജയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഭയന്ന് പിന്മാറിയ വിജയലക്ഷ്മി കാനയിലേക്ക് വീണതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളത്തെ ചുമട്ടുതൊഴിലാളിയായ ശരത്ത് ജോലിക്ക് പോകുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടിപ്പറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിവീണ് ഡീസൽ റോഡിലൂടെ ഒഴുകി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ട് റോഡ് കഴുകി വൃത്തിയാക്കി. ഇതേ തുടർന്ന് ചാവക്കാട് കുന്നംകുളം റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ പണിക്കവീട്ടിൽ ഗഫൂറിന്റെ മതിലും തകർന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുത്തിപ്പറമ്പ് കൊല്ലംപറമ്പിൽ ചന്ദ്രന്റെ മകൻ 39 വയസ്സുള്ള രതീഷ് ചന്ദ്രനാണ് മരിച്ചത്. പരിക്കേറ്റ പുത്തഞ്ചിറ സ്വദേശി പയ്യേപ്പള്ളി വീട്ടിൽ ജിബിൻ ഷാജിയെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടിയിൽ മത്സ്യത്തൊഴിലാളിയായി രതീഷ് വീട്ടിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു. ചാലക്കുടിയിൽ നിന്നും പുത്തഞ്ചിറയിലേക്ക് പോയ ജെബിൻ ഷാജിയുടെ ബൈക്കുമായി റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിന് തൊട്ടടുത്ത് വെച്ചായിരുന്നു കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഇരു ബൈക്കുകളും പൂർണ്ണമായും തകർന്നു. ദേശീയപാത കൊടകര ഗാന്ധിനഗറിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറടിച്ച് കാർ യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്ക്. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പുഴയിലെ അന്നമനടയിൽ കുളിക്കാനിറങ്ങിയയാൾ മുങ്ങി മരിച്ചു. അന്നമനട സ്വദേശി തെക്കേടത്ത് വീട്ടിൽ 63 വയസ്സുള്ള ഗോപാലനാണ് മരിച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. ദേശപ്പൂര്. തൃശൂർ കോർപ്പറേഷൻ 22ാം ഡിവിഷൻ ചെമ്പൂക്കാവിൽ അവസാന നിമിഷ വോട്ട് പോരാട്ടം ശക്തം. ജനവിധിക്കായി കാത്തിരിക്കുകയാണ് 3 മുന്നണികളും. ജനവിധി എഴുതാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട പോരാട്ടത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ 22ാം ഡിവിഷൻ ചെമ്പൂക്കാവ്. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. ചെമ്പൂക്കാവിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K മഹേഷാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ചേട്ടാ, ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണല്ലോ ഇലക്ഷനായിട്ട് ബാക്കിയുള്ളൂ. അവസാന പ്രചരണം ഒക്കെ ഏതുവരെയായി? അപ്പോൾ നമ്മൾ പ്രവർത്തകർ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഒരു 3 പ്രാവശ്യങ്ങൾ ഞങ്ങൾ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ അമ്മമാരുടെ ഒരു വിഭാഗം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറുപ്പക്കാരുടെ മറ്റൊരു വിഭാഗം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2015-2020 കാലഘട്ടത്തിൽ ഞാൻ ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം, ഒരു വികസന പ്രവർത്തനം ഞങ്ങൾക്ക് ചെമ്പൂക്കാവ് ഡിവിഷനിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ കൗൺസിലർ ആയപ്പോൾ നടപ്പിലാക്കാതിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള വികസനം ഈ വട്ടം നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ ഡിവിഷനിൽ നമ്മുടെ തൃശ്ശൂർ ടൗണിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ചെമ്പൂക്കാവ് എന്ന് പറയുന്നത്. അവിടെ ഒരു അംഗനവാടി ഇല്ല എന്നുള്ളത് സത്യമാണ്. ഒരു 9 സെന്റ് സ്ഥലം ഞാൻ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാം പുറമ്പോക്കായിരുന്നു. അതെല്ലാം എടുത്ത് വില്ലേജ് ഓഫീസിലേക്ക് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തുടർന്ന് അതിൻ്റെ നടപടികളൊന്നും കണ്ടതായിട്ട് ഇവിടെ കാണുന്നില്ല. അതുപോലെ തന്നെ ചെമ്പൂക്കാവിൽ ഏകദേശം ഒരു 1000-ഓളം പേര് താമസിക്കുന്ന സ്ഥലമാണ് കുണ്ടുപാറ എന്ന് പറയുന്ന സ്ഥലം, ഗാന്ധിനഗർ. അങ്ങോട്ട് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാഥമിക വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ള ആ ഒരു ഫയൽ പോലും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അത് അത്രയും പെട്ടെന്ന് അത് എടുത്തുകൊണ്ട് ആ ഫയലും എത്രയും വേഗം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ചെമ്പൂക്കാവിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോയ് ബാസ്റ്റിൻ ചാക്കോളയാണ്. ചേട്ടാ, എന്തായാലും അവസാനഘട്ട പ്രചരണമൊക്കെ? ഇതിപ്പോൾ 5ാമത്തെ ഘട്ടം നമ്മൾ സ്ലിപ്പ് കൊടുക്കുകയാണ്. അറിയാലോ, സ്ലിപ്പ് വീടുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വർക്കാണ്, ഇലക്ഷൻ വർക്ക്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഇലക്ഷൻ വർക്കിലുണ്ട്. ഇതാദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയുണ്ട്. അപ്പോൾ ജയിക്കുകയാണെങ്കിൽ എന്ത് വികസനമാണ് ഈ ഒരു ചെമ്പൂക്കാവിൽ ഡിവിഷനിൽ വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ പോകുന്നത്? ചെമ്പൂക്കാവ് ഡിവിഷനിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നതാണ് കഴിഞ്ഞ 5 കൊല്ലം. എൻ്റെ ഭാര്യ റെജി ആയിരുന്നു കൗൺസിലർ. ആ വികസനത്തിൻ്റെ രീതി, വികസന പ്രവർത്തനങ്ങളുടെ രീതി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ചെമ്പൂക്കാവിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡെൽസൺ ഡേവിസ് പെല്ലിശ്ശേരിയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് പ്രവേശിച്ചത്? ഞാൻ അഡ്വക്കേറ്റ് മാത്രമല്ലായിരുന്നു, ഞാൻ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും LC അംഗമാണ് വർഷങ്ങളായിട്ട്. എനിക്ക് രാഷ്ട്രീയം കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. ആദ്യമായിട്ട് പ്രവേശിച്ചതല്ല, ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആദ്യമാണ്. ചെമ്പൂക്കാവ് നിയോജക മണ്ഡലം ഡിവിഷൻ തൃശ്ശൂർ സിറ്റിയുടെ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വികസന വഴിയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് എൻ്റെ ഇലക്ഷനിലൂടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന വികസനം? ആദ്യമായിട്ട് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് ആരോഗ്യ രംഗത്താണ്.
ഞാൻ ആരോഗ്യരംഗത്തുണ്ടായിരുന്ന ആളും കൂടിയായിരുന്നു. അത് ക്യാഷ്ലെസ് മെഡിക്കൽ ഇൻഷുറൻസ് 5 ലക്ഷം രൂപ വരാവുന്ന ഒരു കുടുംബത്തിനും വരാവുന്ന ക്യാഷ്ലെസ് മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മരുന്ന് വിതരണം വളരെ 25% വരെ വില കുറവിൽ മരുന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ 15% ഡിസ്കൗണ്ട് വരെയാണ് കിട്ടുന്നത്. അത് 25 വരെ കൊടുക്കാനുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്യണം. പിന്നെ ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ കെ മുരളീധരൻ മാസ്റ്റർ പ്രൊഫസറുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് ഞാൻ ചുമതലയുള്ള ആളാണ്. അത് എല്ലാ വീടുകളും ആവശ്യമുള്ള എല്ലാ വീടുകളും എക്സ്റ്റെൻഡ് ചെയ്യും. അത് വാശിയേറിയ ഈ വോട്ട് പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികൾ കാത്തിരിക്കുന്നത് ജനവിധിക്ക് വേണ്ടിയാണ്. ആര് വാഴുമെന്ന് കാത്തിരുന്ന് കാണാം. ക്യാമറാമാൻ റോയ്ക്കൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ അയ്യന്തോൾ രാഷ്ട്രീയമായും സാമൂഹികമായും സജീവമാകുന്നു. സ്ഥാനാർത്ഥികളും പ്രചരണത്തിന്റെ താളത്തിലാണിവിടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ 50ാം ഡിവിഷൻ അയ്യന്തോളിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതും ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയാണ്. അയ്യന്തോളിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അയ്യന്തോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വത്സല ബാബുരാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മാറണം എന്ന് ആഗ്രഹിക്കുന്നത്? 3 ടേമായിട്ട് ഇവിടെ BJP വാർഡായിരുന്നു. ഇപ്പോൾ ഒരു ഡീലിമിറ്റേഷൻ വന്നപ്പോൾ ഉദയനഗർ എന്ന് പറയുന്നൊരു ഏരിയ 50ാം ഡിവിഷൻ അയ്യന്തോളിനോട് കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും ഉദയനഗറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പാണ് ഇപ്പോൾ കാണുന്നത്. ആ മുരടിപ്പ് മാറ്റി പച്ചപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉദയനഗർ ഭാഗത്ത് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ വരുന്നത് വെള്ളം, വെളിച്ചം, ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ വളരെ ദയനീയാവസ്ഥയിലാണ് പോകുന്നത്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ടുള്ള ഒരു കടന്നുവരവ്? രാഷ്ട്രീയത്തിലോട്ട് കടന്നു വരുന്നത് ഒരു ബൈ ഇലക്ഷനിലൂടെ ഒരു LDFൻ്റെ കൗൺസിലറായിരുന്നു. അവർക്ക് PSC പോസ്റ്റിംഗ് കിട്ടി. ജോലിക്ക് പോയപ്പോൾ ആ വീക്കെൻഡിലാണ് കടന്നു വരുന്നത് തന്നെ. ഇതുവരെയുള്ള നാട്ടുകാരുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം, വീട്ടിലിരിക്കില്ല, ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അയ്യന്തോളിൽ LDF സ്ഥാനാർത്ഥിയായി, അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലതാ സിദ്ധകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഓരോ വോട്ടർമാരുടെ വീട്ടിൽ കയറി ഇറങ്ങി വോട്ടുകൾ അഭ്യർത്ഥിച്ചു. അപ്പോൾ അവരുടെ ഭയങ്കര അനുകൂലമായിട്ടാണ്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ടുള്ള ഒരു കടന്നുവരവ്? ചാരിറ്റബിളായിട്ട് തുടങ്ങിയ എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഈ LDF നേതാക്കളും SNDP നേതാക്കളും വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം റോഡാണ്. യാത്രാ സൗകര്യം തീരെ ഇല്ല എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അതിൽ ഉദയനഗറിലെ റോഡ് വളരെ മോശമാണ്. കുട്ടികൾ, സ്ത്രീകൾ, വയസ്സായവർക്കൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ആ റോഡിനാണ് പ്രധാനമായി കാണുന്നത്. വികസിത അയ്യന്തോളിനായി ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീലത കുന്നമ്പത്താണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ട്? ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രസ്ഥാനവുമായി സഹകരിച്ചു പോകുന്ന ആൾ തന്നെയായിരുന്നു. ഇപ്പോൾ കൂടുതലായി ഇതിലോട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. മത്സരമായിട്ടാണ് കൂടുതൽ ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? അല്ല, 2000 ഞാൻ മത്സരിച്ചിരുന്നു. തൃക്കൂരായിരുന്നു ഞാൻ അന്ന് താമസിച്ചിരുന്നത്. അപ്പം അന്ന് അവിടെ മത്സരിച്ചിരുന്നു. അപ്പോൾ NDA ആണ് വീണ്ടും ഇപ്രാവശ്യം NDA തന്നെ ആയിരിക്കും മുന്നോട്ട്? തീർച്ചയായും. അപ്പോൾ ആൾക്കാരുടെ മാത്രമുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ? മോദി സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ സാധാരണക്കാരനിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഭാഗത്ത് ഞങ്ങൾക്ക് വെള്ളക്കെട്ട് വല്ലാതെ രൂക്ഷമായിട്ടുള്ളതുണ്ട്. അപ്പോൾ എത്രത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഈ വെള്ളക്കെട്ട് ഇല്ലാതാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ് അയ്യന്തോളിൽ നടക്കുന്നത്. ഇനി അയ്യന്തോളിലെ വോട്ട് ആര് വരുതിയിലാക്കുമെന്ന് കണ്ടറിയാം. ക്യാമറമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ?
അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കൊടകര അഴകംവാടിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. കൊടകര പഞ്ചായത്തിലെ അഴകം വാർഡിൽ നടക്കുന്നത് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. വാർഡ് നിലനിർത്താൻ BJPയും പിടിച്ചടക്കാൻ LDFും UDFും കച്ചമുറുക്കി രംഗത്തുണ്ട്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ 2020യുടെ സ്ഥാനാർത്ഥിയും ഇത്തവണ മത്സരക്കളത്തിലുണ്ട്. UDF സ്വതന്ത്രൻ TG അജോ, CPMലെ K സുനിൽകുമാർ, BJPയിലെ അഡ്വക്കേറ്റ് ആശാ രാംദാസ്, 2020യുടെ MK സുധ എന്നിവരാണ് ഈ വാർഡിൽ ജനവിധി തേടുന്നത്. പ്രചാരണം അവസാനിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങവേ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കൊടകരയിലെ കേബിൾ TV ഓപ്പറേറ്ററും പ്രസ് ക്ലബ് ഭാരവാഹിയുമാണ് UDF സ്ഥാനാർത്ഥി TG അജോ. വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നതിന്റെ പരിചയ സമ്പത്തുമായാണ് ഈ 42കാരൻ ജനവിധി തേടുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് അജോ പറയുന്നു. ഞാൻ ജയിച്ചു വന്നാൽ ആദ്യം തന്നെ ഈ റോഡിന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്ത് നമ്മുടെ വാർഡിലേക്ക് കിട്ടാവുന്ന എല്ലാ ഫണ്ടുകളും പഞ്ചായത്തിൽ നിന്ന് വാങ്ങി ഈ വാർഡിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുമെന്നും ഞാൻ ഉറപ്പു തരികയാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നതിന്റെ പരിചയസമ്പത്ത് കൈമുതലായുള്ള LDF സ്ഥാനാർത്ഥി K സുനിൽകുമാറും ഒപ്പത്തിനൊപ്പം മത്സരരംഗത്ത് സജീവമാണ്. ഇത്തവണ അഴകം വാർഡ് ഇടതുമുന്നണി കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് സുനിൽകുമാർ പറയുന്നു. നമ്മുടെ ഈ വാർഡിന്റെ റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ ഗതികളും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി ഇറങ്ങണം. വാർഡ് നിലനിർത്തുന്നതിനായി BJP ഇത്തവണ അംഗത്തട്ടിൽ ഇറക്കിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ആശാ രാംദാസിനെയാണ്. 2016 മുതൽ 2020 വരെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചതിന്റെ പരിചയസമ്പത്തും അഡ്വക്കേറ്റ് ആശയ്ക്കുണ്ട്. ഇവിടം വിജയം സുനിശ്ചിതമെന്ന് ഇവരും തറപ്പിച്ചു പറയുന്നു. വികസന തുടർച്ചയ്ക്കായിട്ട് NDA BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ വാർഡ് ജില്ലാ തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി BJP NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. TCV കൊടകര. ചൂട് ചായയ്ക്കൊപ്പം നാട്ടുവിശേഷങ്ങളും രാഷ്ട്രീയവും ഇടകലരുന്ന ചർച്ച ചൂടുപിടിക്കുന്ന കൊച്ചുകുരിയാണ് അന്തിക്കാട് കുറ്റിമാവ് ജംഗ്ഷനിലെ കുമാരേട്ടൻ്റെ ചായക്കട. ന്യൂജൻ തീക്കടകളുടെയും തട്ടുകടകളുടെയും ഇക്കാലത്ത് നാട്ടുകാരുടെ സഹകരണമാണ് ഈ ചായക്കടയുടെ ജീവൻ. കാരണത്ത് കുമാരേട്ടൻ്റെ കുന്നുമ്മൽ എന്നു പേരുള്ള ഈ ചായക്കടയിലേക്ക് പുലർച്ചെ 5 മുതൽ ആളുകൾ എത്തിത്തുടങ്ങും. നാടൻ പാലിലുണ്ടാക്കുന്ന ചുടുചായയുടെ രുചി ഒന്ന് വേറെയാണ്. ചായയും ബണ്ണുമാണ് കുമാരേട്ടൻ്റെ മാസ്റ്റർ പീസ്. പ്രായാധിക്യവും പ്രമേഹവും മൂലം 83കാരനായ കുമാരേട്ടന് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഞാൻ ഈ കട 68 തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ചായക്കട തുടങ്ങിയതിനു ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരും. അവർക്ക് വ്യത്യസ്തമായ ഭാഷയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വിഷയങ്ങളൊക്കെ ഉണ്ടാവും. കുറേ കഴിയൊക്കെ വിട്ട് പിരിയും. വളരെ സ്നേഹിതന്മാരായിട്ട് അല്ലാതെ മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളോ കുഴപ്പമൊന്നുമില്ല അവിടെ. രാവിലെ 10 മണി വരെ ഈ ചായക്കട നാട്ടുവിശേഷങ്ങളുടെയും രാഷ്ട്രീയ ചർച്ചയുടെയും വേദിയാകും. വിവിധ പാർട്ടികളിലുള്ളവർ തമ്മിലുള്ള ചർച്ചകളും സൗമ്യമായ തർക്കങ്ങളും പതിവാണ്. നാടൻ പാലിലുണ്ടാക്കുന്ന ചായയും ചെറുകടിയായുള്ള ബണ്ണും കഴിച്ച് പത്രങ്ങൾ വായിച്ച് രാഷ്ട്രീയം പറഞ്ഞാണ് ഇവിടെ എത്തുന്നവർ മടങ്ങുക. നാട്ടിൽ മരണമടയുന്നവരിൽ മിക്കവരുടെയും ഫോട്ടോയും വിവരങ്ങളും പത്രങ്ങളിൽ നിന്നോ മറ്റോ ശേഖരിച്ച് കടയുടെ ഒരു വശത്ത് 2 വലിയ ബോർഡുകളിൽ ഒട്ടിച്ചു വയ്ക്കുന്ന പതിവും ഉണ്ടിവിടെ. രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ വലതുപക്ഷ രാഷ്ട്രീയം മേൽക്കൈ നേടുന്നുവെന്ന് തോന്നിയാൽ ഇടപെടാൻ ഇടതുപക്ഷ അനുഭാവികളായ കുമാരേട്ടനും ഭാര്യ ഓമനയും തെല്ലും മടിക്കാറില്ല. TCV തൃശൂർ. സൗത്ത് കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉടമകൾ 100 കോടിയിലേറെ രൂപയുടെ നിക്ഷേപവുമായി കമ്പനി പൂട്ടി മുങ്ങിയെന്ന ആരോപണവുമായി നിക്ഷേപകർ രംഗത്ത്. തൃശൂരിലെ റീജിയണൽ ഓഫീസ് ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമുള്ള 14 ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസും അടച്ചുപൂട്ടി. ചെയർമാൻ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒളിവിൽ പോയതായി നിക്ഷേപകർ ആരോപിച്ചു. 1200-ലേറെ നിക്ഷേപകരുടെ നിക്ഷേപ സംഖ്യയും പലിശയുമായി 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എറണാകുളത്തും തൃശൂരുമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ നൽകിയതിനെ തുടർന്ന് 32 FIRകൾ ഇട്ട് കേസെടുത്തുവെങ്കിലും 3 മാസമായിട്ടും കമ്പനി ഡയറക്ടർമാർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നിക്ഷേപകർ പറഞ്ഞു. തൃശൂർ, എറണാകുളം കമ്മീഷണർ ഓഫീസുകളിലേക്ക് മാർച്ചും സൊസൈറ്റി ചെയർമാൻ മുരളിയുടെ അയ്യന്തോളിലെ വസതിക്ക് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരവും സംഘടിപ്പിക്കുമെന്ന് നിക്ഷേപകരുടെ കൂട്ടായ്മയായ
അഡ്കൂസ് വിന്നേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. ആൽഫ്രഡ് ബെഡ്നോ, വർഗീസ് മൊഴിയിൽ, ജോയ് വർഗീസ്, നെൽസൺ സ്റ്റീഫൻ, സാവുൽ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സംഭവ സ്ഥലത്തെത്തിയ സംഘം ഏറെ നേരം സ്ഥലത്ത് സൂക്ഷ്മ പരിശോധന നടത്തി. തുടർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ തുടർ അന്വേഷണത്തിനായി കുന്നംകുളം പോലീസിന് കൈമാറും. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലാണ് പരിശോധന സംഘമെത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. തിലകൻ സൗഹൃദ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിലകന്റെ 90ാം ജന്മദിനാഘോഷവും തിലകൻ സൗഹൃദ സമിതിയുടെ വാർഷികാഘോഷവും തൃശൂരിൽ നടന്നു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന ആഘോഷ പരിപാടികൾ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തിലകൻ സൗഹൃദ സമിതി വൈസ് ചെയർമാൻ മഞ്ജു സുഭാഷ് അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ ടി ജയശ്രീ, നടന്മാരായ TG രവി, ഭീമൻ രഘു, ജയരാജ് വാര്യർ, ശിവജി ഗുരുവായൂർ, PS സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. നടൻ TG രവി, ഭീമൻ രഘു എന്നിവർക്ക് തിലകൻ സുവർണമുദ്ര പുരസ്കാരം നൽകി ആദരിച്ചു. ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ട് സ്ഥിരമായി മോഷണം നടത്തുന്ന സംഘം പിടിയിൽ. ആസാം സ്വദേശി ഹബീസുൾ റഹ്മാൻ, ദില്ലി സ്വദേശി യൂനസ് എന്നിവരാണ് ചാവക്കാട് പോലീസിന്റെ പിടിയിലായത്. ആളുകൾ ഇല്ലാത്ത വീടുകൾ നോക്കിവെച്ച് വീടിനകത്ത് കയറി ശുചിമുറി ഫിറ്റിംഗ് സാധന സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറും ബാറ്ററിയും മറ്റും ചേറ്റുവയിലുള്ള ആക്രി കച്ചവടത്തിന്റെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു. SHO VV വിമലന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന ദേശീയ സ്കൂൾ അണ്ടർ-17 ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത കായിക താരങ്ങളുടെ പരിശീലന ക്യാമ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പൂർത്തിയായി. ചൊവ്വാഴ്ച ടീം കേരള ഉത്തർപ്രദേശിലേക്ക് യാത്ര തിരിക്കും. കേരള ടീമിന്റെ ജേഴ്സി കിറ്റ് വിതരണം കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PI റസിയ ക്യാപ്റ്റൻ അതുലിനും, പെൺകുട്ടികളുടെ കിറ്റ് ക്യാപ്റ്റൻ അനാമികയ്ക്ക് ബോയ്സ് സ്കൂൾ കായിക അധ്യാപകൻ PM ശ്രീനേഷും കൈമാറി. അത്ലറ്റിക് കോച്ച് അരവിന്ദാക്ഷൻ, പരിശീലകരായ KR സാംജി, അജിത്, ഇട്ടി വർഗീസ്, ചാൾസ് എടപ്പാട്ട്, മാനേജർമാരായ സജൻ ദാസ്, ദിവ്യ എന്നിവർ പങ്കെടുത്തു. ടീമിന്റെ ജനറൽ മാനേജർ ഡോക്ടർ ജോസ് ജോൺ, ജോർജ്, CK പ്രവീൺ എന്നിവരും ടീമിന്റെ കൂടെയുണ്ട്. 36 ആൺകുട്ടികളും 31 പെൺകുട്ടികളും അടക്കം 77 കുട്ടികളാണ് അണ്ടർ-17 ജൂനിയർ മീറ്റിന് ഉത്തർപ്രദേശിലെ ലക്നൌവിലേക്ക് യാത്ര തിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ വീട്ടിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. വെട്ടിലപ്പാറ 15 കാളപ്പറമ്പിൽ ഫ്രാൻസിസിന്റെ വീട്ടിൽ നിന്നുമാണ് 16 അടി നീളവും 30 കിലോ ഭാരവുമുള്ള കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടിയത്. പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും രാജവെമ്പാല പെട്ടെന്ന് വീട്ടിലേക്ക് കയറിയത് കണ്ട ഫ്രാൻസിസ് ഉടനെ വീട്ടുകാരെയും വനപാലകരെയും വിവരമറിയിക്കുകയായിരുന്നു. പാലപ്പള്ളിയിൽ നിന്നുള്ള RRT സംഘമെത്തി രാജവെമ്പാലയെ പിടികൂടി വാഴച്ചാൽ വനമേഖലയിൽ തുറന്നുവിട്ടു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,955 രൂപ, പവന് 95,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷാവിധി വെള്ളിയാഴ്ച. പ്രതികളെ വിയൂർ ജയിലിലെത്തിച്ചു. പ്രോസിക്യൂഷൻ സംബന്ധിച്ച് വിധി നിരാശാജനകമെന്ന് നടിയെ ആക്രമിച്ച കേസിലെ ആദ്യ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് A സുരേശൻ. ഗൂഢാലോചന തെളിയിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും സുരേശൻ ദിലീപിനെ വെറുതെ വിട്ടതിനെ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ്
പ്രചരണത്തിന് ചൊവ്വാഴ്ച കുട്ടിക്കലാശം. തൃശൂർ ജില്ലയിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. കേരളത്തിന്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പിൽ വികസനവും വിശ്വാസവും ചർച്ചയാകുമെന്നും BJP നിർവാഹക സമിതി അംഗം കൃഷ്ണദാസ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്നും PK കൃഷ്ണദാസ്. ചാലക്കുടി ചായപ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.